ഹലോ മക്കളെ, അപ്പോൾ 11th സ്റ്റാൻഡേർഡിലെ ഓണപ്പരീക്ഷ ഇങ്ങ് അടുത്തു അല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെന്താണ് ഒരു എക്സാം ചൂടിലേക്ക് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഓണപ്പരീക്ഷ എങ്ങനെയെങ്കിലും ഒന്ന് അടിപൊളിയാക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ അല്ലേ. ഓക്കെ, അങ്ങനെ 11th സ്റ്റാൻഡേർഡിൽ ജോയിൻ ചെയ്തു, പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്, അവരൊക്കെ ഒന്നും കൂടി സെറ്റായി ഇങ്ങോട്ട് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് എന്ത് വരുന്നത്, ഓണപ്പരീക്ഷ വരുന്നത്. ക്ലാസ്സിൽ ആരൊക്കെയാണ് പഠിപ്പിസ്റ്റുകൾ എന്നൊക്കെ നമുക്കിങ്ങനെ പൊളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സെഷനിലേക്ക് എത്തുകയാണല്ലേ. ഓക്കെ, ആരായിരിക്കും കൂടുതൽ പഠിക്കുന്നത്? ഈ പറഞ്ഞ പോലെ അവരെ എല്ലാവർക്കും അറിയാലോ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ പഠിക്കൂല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഫുൾ മാർക്ക് വാങ്ങുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ നടക്കാൻ, അല്ലെങ്കിൽ എല്ലാവരും ഉള്ളിലും ഇങ്ങനെ ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ ഉള്ളതെടുക്കുന്ന ഒരു സമയമാണ് ഇത് പറയുന്ന ഒരു എക്സാം സീസൺ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, പിന്നെ കുറേ ടെൻഷനും, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, ഇനി എന്തൊക്കെയായിരിക്കും, അതിനാണ് നമുക്ക് എന്തുള്ളത്, എജുപോർട്ട് ഉള്ളത് അല്ലേ. എജുപോർട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചാപ്റ്ററിനെയും കീറി മുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകാൻ കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് ആ ചാപ്റ്ററിലുള്ളത്, എങ്ങനെയാണ് ആ ചാപ്റ്റർ പഠിക്കേണ്ടത്, ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ, എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്, എജുപോർട്ടിൻ്റെ ക്ലാസ്സിൽ നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഈ ഓണത്തെ എക്സാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടിപൊളിയാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെയുള്ളത് വെറും 3 ചാപ്റ്റേഴ്സാണ് അല്ലേ. 11th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ഒരു ചാപ്റ്ററിനെ കീറി മുറിച്ച് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, രണ്ടാമത്തെ ചാപ്റ്ററിലെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. കുറച്ച് ദിവസമായിട്ട് ടീച്ചർ ഇങ്ങനെ വന്ന് സെക്കൻഡ് ചാപ്റ്റർ ഇങ്ങനെ എടുത്തു പോയിട്ടുണ്ടാകും. അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് അതിലുള്ള ടോപ്പിക്സ്, ഒരു സമ്മറി പോലെ നമുക്ക് എങ്ങനെ ഓരോന്നിനെ കുറിച്ച് പറയാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എന്നുള്ളത്. ഇതാണ് നമുക്കുള്ള 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. 5 ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം ദ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ച് പറയുന്നു, രണ്ടാമത് പാർട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നു, മൂന്നാമത് ജോയിന്റ് ഹിന്ദു ഫാമിലിയെ കുറിച്ച് പറയുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ദ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അങ്ങനെ 5 ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ച് ഇൻ ഡെപ്തിൽ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, കൃത്യമായിട്ട് ഓരോന്നിൻ്റെ മെറിറ്റ്സ് എന്താണെന്നും ഡീമെറിറ്റ്സ് എന്താണെന്നും ഫീച്ചേഴ്സ് എന്താണെന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ. അതിൽ ചില സാധനങ്ങൾ പാർട്ട്ണർഷിപ്പൊക്കെ വീണ്ടും കുറച്ച് കൂടുതൽ പറഞ്ഞു പോകുന്നുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ടൈപ്സ് പറയുന്നുണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ടൈപ്സ് പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻ ഡെപ്തിലേക്കും പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്ററാണല്ലേ. നമ്മൾ എന്താണ് കഴിഞ്ഞ ബിസിനസ് സ്റ്റഡീസും കൂടി പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, നമ്മൾ പുതിയ പിള്ളേരാണ്, 11th സ്റ്റാൻഡേർഡിലാണല്ലേ. അപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്തിനെ കുറിച്ച് പറയാം, സോൾ പ്രൊപ്രൈറ്ററെ കുറിച്ച് പറയാം അല്ലേ. സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലേ, ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്ന ആളാണ് നമ്മൾ ആരെ വിളിക്കുന്നത്, സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീട്ടിനടുത്തൊരു ചെറിയ കടയുണ്ടാവും, അവിടെ പലചരക്ക് ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ അത്യാവശ്യത്തിനുള്ള പലഹാരങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ ഉള്ളൊരു കടയായിരിക്കും. അവിടെ ആരുണ്ടാലും മുതലാളി ഒറ്റയ്ക്കായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ട്നേഴ്സിനൊക്കെ കൂട്ടി വലിയ സംഭവം ഒന്നും ആക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ഒരാളെ നമുക്ക് എന്ത് വിളിക്കാം, സോൾ പ്രൊപ്രൈറ്റർ എന്ന് വിളിക്കാം അല്ലേ. ചിലപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ബഷീർക്കാന്ന് നമ്മൾ പറയില്ലേ അല്ലേ. അതിന് വേറെ സ്റ്റോറിൻ്റെ പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും വെക്കാറില്ല. നമ്മൾ പുള്ളിക്കാരൻ്റെ പേര് വിളിച്ചിട്ട് തന്നെയാണ് ഇതാക്കിയത്. ബഷീർക്ക എന്ന് പറയുന്നത് തേഞ്ചേരി സ്റ്റോർ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക, ബഷീർക്ക എന്ന് വിളിക്കുള്ളൂ. അങ്ങനത്തെ ഒരു കടകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോൾ പ്രൊപ്രൈറ്റർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഓണറും മാനേജറും കാര്യങ്ങളും ഒക്കെ ആരാണ്, ബഷീർക്ക മാത്രമാണല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വി കോൾ ഇറ്റ് ആസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഒറ്റയാളുള്ള ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വി കോൾ ഇറ്റ് ആസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് എന്നുള്ളത് ഇവിടെ നമ്മൾ പഠിക്കുന്ന 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും നമ്മൾ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഫീച്ചേഴ്സ് എന്ന് പറയുന്ന 3 പോയിന്റ്സ് കേട്ടോ. ഈ 3 ഹെഡ്സും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാത്തിൻ്റെതും പഠിച്ചു വെച്ചേക്കണം. കോമൺലി ആസ്ക്ഡ് ആണ്, ഒരുപാട് ചോദിക്കാറുണ്ട്. ഓക്കെ, അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സോൾ പ്രൊപ്രൈറ്ററെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. സോൾ പ്രൊപ്രൈറ്ററുടെ ഫീച്ചേഴ്സോ മെറിറ്റ്സോ ഒക്കെ ആയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒറ്റയാൾ ബിസിനസ്സാണ്, അതിൻ്റെ മെറിറ്റ്സും ഫീച്ചേഴ്സും ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വെരി ഈസി, ഒരു പ്രശ്നവും നമുക്ക് വരാനില്ല, മീൻസ് എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നതാണ്. ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലും നമുക്ക് പഠിക്കാനുള്ളത് ഇതേപോലെ തന്നെ 3 എണ്ണമാണ്, ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹിന്ദു ഫാമിലി, നമ്മുടെ കമ്പനീസ് ആക്ട്, ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ മാത്രമുള്ളതാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്ന ഒരു ആക്ട്. അതിൽ അവർക്ക് എന്ത് ചെയ്യും, കോമൺ ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലിക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് സ്ഥാപനം, രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി. ആൻഡ് വി ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, ഒരു കർത്ത എന്ന് പറയുന്ന പേഴ്സണിനെ കുറിച്ചിട്ടും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരെക്കുറിച്ചും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക.
വെക്കുക. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് കൂടുതലായിട്ടും റിലേറ്റഡ് ടു കർത്ത റിലേറ്റഡ് ആയിട്ടിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും ആര് കർത്ത എന്ന് പറയുന്നത്. ഹി വിൽ ബി കൺട്രോളിങ് ഓൾ ദ ബിസിനസ് ആൻഡ് റിലേറ്റഡ് തിങ്സ് എന്ന് പറയുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി കേട്ടോ. അപ്പോൾ ജോയിൻറ്റ് ഹിന്ദു ഫാമിലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ലയബിലിറ്റി എന്തൊക്കെയാണ്, അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കോമൺ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നത് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് ഫോം ഓഫ് ബിസിനസ് എന്തായി വളരെ ഈസിയായി ഇൻ ഡെപ്തിലേക്കൊന്നും നമ്മൾ ചാപ്റ്റർ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഓൾമോസ്റ്റ് ഒരേ ഒരു ഫീച്ചേഴ്സിൽ എല്ലാത്തിനും ഒരു 4-5 വെച്ചിട്ട് ഫീച്ചേഴ്സും മെറിറ്റ്സും ലിമിറ്റേഷൻസും പറയുന്നു. അങ്ങനെ ഫീച്ചേഴ്സ് ആയിട്ട് പോകുന്നേ ഉള്ളൂ ഈ രണ്ട് സാധനവും. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ കൂടുതലായി ഡിസ്കസ് ചെയ്യപ്പെടുക ആ സ്ഥാപനത്തിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫീച്ചേഴ്സിൽ പറയുമെന്നുള്ളത്. ഓൾറെഡി ഫ്രം ദ ഫീച്ചർ ഇറ്റ് സെൽഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെറിറ്റ്സിലേക്കും ഡീമെറിറ്റ്സിലേക്കുള്ള 1-2 പോയിന്റ്സ് നമുക്ക് സ്വരൂപിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം മൊത്തം ഒരു 15 ഒന്നും ഉണ്ടാവില്ല, ഒരു 10 പോയിന്റ് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സോൾ പ്രൊപ്പറേറ്റർ എന്നുള്ള കംപ്ലീറ്റ് സാധനം എന്താണ് നമ്മുടെ തലയിൽ സെറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമാക്കുക. രണ്ടാമത്തെ ചാപ്റ്റർ പറയുന്നത് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഞാൻ പറഞ്ഞു, ഇതേപോലെ തന്നെ ആ ഫീച്ചേഴ്സും ഡീമെറിറ്റ്സും മെറിറ്റ്സും അങ്ങനെ എന്ത് ചെയ്യുക, കൃത്യമാക്കി വെച്ചേക്കാം. ഓക്കെ, നൗ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്തൊരു ബിസിനസ് ഓർഗനൈസേഷൻ കുറച്ച് വലുതാണ്, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ എൻ്റെ മൊത്തത്തിൽ കുറച്ച് വലിയ ചാപ്റ്ററാണ്. അങ്ങനെയാവുന്ന സമയത്ത് ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗത്തിനെ കുറിച്ച് കുറച്ചധികം എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയാത്തതല്ലേ. 2 അതിൽ കൂടുതൽ ഫ്രണ്ട്സോ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നു. അതെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, എഗെയിൻ പാർട്ട്ണർഷിപ്പിൻ്റെ ഫസ്റ്റ് 3 പോയിന്റ്സ് കോമൺ ആണ്. ഏതൊക്കെയാണ്, ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡീമെറിറ്റ്സ്. വി ഗോ വിത്ത് ദാറ്റ് ഫ്ലോ. അതിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. ശേഷം നമ്മൾ പഠിക്കുന്നതാണ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സും ഉണ്ട്, ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പും ഉണ്ട്. രണ്ടും രണ്ടാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് കേട്ടോ. പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പ് ചോദിക്കുന്ന സമയത്ത് വെറുതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിൻ്റെ പേര് എഴുതി വെക്കരുത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള ഓരോ ആൾക്കാരുടെ റോൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അയാൾ ആക്റ്റീവ് പാർട്ട്ണറാണോ, സ്ലീപ്പിംഗ് പാർട്ട്ണറാണോ, അല്ലെങ്കിൽ ഡോർമെൻറ്റ് പാർട്ട്ണറാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എസ്റ്റോപ്പലാണോ എന്നുള്ളത് കൃത്യമാക്കുന്നതാണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ബന്ധം എത്ര ടൈപ്സ് ഉണ്ടെന്ന് പറയുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറിപ്പോരുത്, അത് കൃത്യമാക്കി പഠിച്ചു വെച്ചേക്കുക. പിന്നെയുള്ളതാണ് അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെ പറയുന്നതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നും ആ പാർട്ട്ണർഷിപ്പ് ഡീഡിലുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അവിടെ എന്തൊക്കെ പറയുന്നത് ഡീഡിനെ കുറിച്ചും ആ ഡീഡിൽ മെൻഷൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്പനിയുടെ പേരും റിലേഷൻഷിപ്സും അവരുടെ ക്യാപിറ്റൽ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഏത് പറയുന്നത് പാർട്ട്ണർഷിപ്പും പാർട്ട്ണർഷിപ്പ് ഡീഡും എന്നുള്ളത്. ഈ ചാപ്റ്ററിൽ ഈ പോയിന്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 12th സ്റ്റാൻഡേർഡിൽ തുടങ്ങുന്നത് 12th സ്റ്റാൻഡേർഡിൽ അക്കൗണ്ടൻസി തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ എഗെയിൻ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തേക്കും കൂടി ആക്കിയിട്ട് നമുക്കിപ്പം വേണം, ഈ ഓണ പരീക്ഷയ്ക്ക് വേണം, ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണം, നമ്മുടെ ബോർഡ് എക്സാമിന് വേണം, എഗെയിൻ 12th സ്റ്റാൻഡേർഡിൽ നമുക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് എന്നുള്ള പാർട്ട് എന്ത് ചെയ്യുക, വളരെ അടിപൊളിയാക്കിയിട്ട് പഠിച്ചു വെക്കുക, സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ അവസാനം ഒരു മൈനർ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു മൈനർ ടോപ്പിക് ഉണ്ട്, ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്. എന്താണ് മൈനർ പാർട്ട്ണർ എന്നും അദ്ദേഹത്തിനുള്ള റൈറ്റുകൾ എന്തൊക്കെയാണെന്നും എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മൈനർ പാർട്ട്ണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 5 എണ്ണത്തിൽ 3 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് സോൾ പ്രൊപ്പറേറ്റർ ആണ്, രണ്ടാമത്തത് എന്താണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലിയാണ്, മൂന്നാമത് പാർട്ട്ണർഷിപ്പാണ് അല്ലേ. ആദ്യം 2 പഠിച്ച് അത്ര തന്നെ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്, പാർട്ട്ണർഷിപ്പിൽ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പഠിക്കുക. കുറച്ച് ഇമ്പോർട്ടൻസ് പാർട്ട്ണർഷിപ്പിന് കൊടുക്കുക, സോൾ പ്രൊപ്പറേറ്റർക്ക് കൊടുക്കുക, അതിനുശേഷം എന്തിനോട് ജോയിൻറ്റ് ഹിന്ദു ഫാമിലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് പിന്നീടുള്ള 2 കോപ്പറേറ്റീവ് സൊസൈറ്റി. അധികം ഒന്നും പഠിക്കാനില്ല. എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പഠിക്കുക, കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ മെറിറ്റ്സ്, ഫീച്ചേഴ്സ്, ഡിമെറിറ്റ്സ് എന്ന് പഠിച്ചേക്കുക, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ 3 ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഡിസ്കഷനിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ 4 ടോപ്പിക് എന്താക്കുക, സെറ്റാക്കി പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസും എന്താക്കുക, കൃത്യമാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ശേഷം നമുക്ക് വരുന്ന ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത് കേട്ടോ. ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ കേട്ടോ. ഇതിൽ നമുക്ക് ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എഗെയിൻ അതെന്താണ്, കുറച്ച് വലിയ വലിയ കമ്പനീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. നമ്മുടെ നാട്ടിലെ ടാറ്റ പോലത്തെ കമ്പനികളെ, റിലയൻസ് പോലത്തെ കമ്പനികളാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. എഗെയിൻ അതിൽ എന്താ പറയുകയാണോ,
പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് 1% കമ്പനി എന്നുള്ള 3 ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത്രയും പഠിക്കുന്നതോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ ഈ 5 കമ്പനീസിനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അതേപോലെ ലിമിറ്റേഷൻസ്, ഫീച്ചേഴ്സ് പഠിക്കുക. അപ്പോൾ എല്ലാ കുട്ടികളും നമ്മളോട് പറയുന്നൊരു ഡൗട്ട് ഉണ്ട്, സാർ ഇത് പഠിക്കാം പ്രശ്നമില്ല, എന്നാലും ഇത് മറന്നു പോവുക അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവുക എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് അല്ലേ ഓരോ കമ്പനി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ ഡെയിലി ലൈഫിൽ റിലേറ്റ് ചെയ്യുക. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ടാറ്റ കമ്പനിയും അതേപോലെ റിലയൻസുമാണ്. അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ അതിന് ആ ഒരു സെൻസിൽ പഠിക്കുക. സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടക്കാരനെ കുറിച്ച് ആലോചിച്ച് പഠിക്കുക. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുക. കോപ്പറേറ്റീവ് സൊസൈറ്റി, നാട്ടിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കണം. ബിസിനസ് സ്റ്റഡീസ് ഒരിക്കലും എന്തെല്ലാം ഇവിടെ നമ്മളാരും കാണാത്തതോ കേൾക്കാത്തതുമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ല. നമുക്കൊക്കെ അറിയാവുന്ന, നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നമ്മളെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു കൊച്ചു സബ്ജക്റ്റാണ് ഇതെന്ന് പറയുന്നത്, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ പിന്നെ എന്ത് ചെയ്യണ്ട, കഷ്ടപ്പെട്ട് പഠിക്കണ്ട എന്നുള്ള സീനിലേക്ക് എത്താം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു കൈസഹായം ആവശ്യമാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഒരൊറ്റ ടോപ്പിക്കും കൂടി പറയാനുണ്ടായിരുന്നു, ഫോംസ്. ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ഒരു ബിസിനസ് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു ചെറിയ കാര്യം കൂടി, അതും കൂടി കഴിഞ്ഞാൽ എന്താണ് ദ ലാസ്റ്റ് വൺ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഹെൽപ്പ് ഇൻ ഹാൻഡ് കേട്ടോ. നമ്മുടെ എജുപോർട്ടിൻ്റെ ഒരു എക്സാം, ഈ പറഞ്ഞതുപോലെ തന്നെ ഓണം എക്സാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, എത്ര ചാപ്റ്റേഴ്സിൻ്റെ കുറിച്ചുള്ള ഡോട്ട്സ്, PYQs, മൈക്രോബിറ്റ്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തുണ്ടാവും, അതിന് ലിങ്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് വെക്കുക. കാരണം ഫോർ യുവർ ഫ്യൂച്ചർ അല്ലേ, നമുക്ക് എന്തുണ്ട്, ഇനി 12th സ്റ്റാൻഡേർഡ് ഉണ്ട്, നമുക്ക് ക്രിസ്മസ് ഉണ്ട്, നമുക്ക് മാർച്ചിൽ ബോർഡ് എക്സാം ഉണ്ട്, 12th സ്റ്റാൻഡേർഡ് ഈസ് റിമൈനിങ്. അപ്പോഴൊക്കെ നമുക്ക് എജുപോർട്ടിൻ്റെ ഓരോ വീഡിയോ ലൈവിനെ കുറിച്ചും ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.